ബിഗ് ബോസ് സീസൺ 6 ഇന്നത്തെ ലൈവിലേക്ക് വലിയ ആകാംക്ഷയോടെയാണ് ചെന്ന് എത്തി നോക്കിയത്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ജാസ്മിൻ ആൻഡ് ഗബ്രി ആകെ മൊത്തത്തിൽ അവിഞ്ഞ് ഷോക്ക് വടിച്ച് ഒരു മൂലയ്ക്ക് മാറിയിരിപ്പുണ്ട്. ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജാസ്മിൻ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ഒരു ഇത്തിരി അങ്ങോട്ട് മറഞ്ഞ് മാറിയിരുന്ന് വിഷമിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും കിടക്കുന്ന സമയത്തൊക്കെ ആ മൈക്ക് ഉപയോഗിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത്. ജിൻഡോ അതേപോലെ തന്നെ ജിൻഡോയുടെ കൂട്ടുകാരായിട്ടുള്ള ബാക്കി എല്ലാ ആളുകളും പവർ ടീമിൻ്റെ പവർ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടൊക്കെ വലിയ ചർച്ചയിലാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ക്ലാരിറ്റി കൊടുക്കുന്ന ഒരു രംഗമല്ല, പല രംഗങ്ങൾ കുറച്ചധികം സമയം ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ അവരുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി കൊടുക്കലായിരുന്നു. ഈ ക്ലാരിറ്റി ആർക്കാണ് കൊടുക്കുന്നത്? ഇപ്പോൾ പ്രേക്ഷകരിൽ ഒരു കൂട്ടം ആളുകൾ പറയുകയാണ്, ഞങ്ങൾക്ക് ക്ലാരിറ്റി വേണം, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മൊത്തം കാണിക്കുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ ഒരു പരാതി പറഞ്ഞിട്ട് ഒരു ക്ലാരിറ്റി ആവശ്യപ്പെടാം. അതേപോലെ ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടതല്ലേ, അപ്പോൾ ഞങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം, പറ്റിക്കുന്നതാണെങ്കിലോ. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമില്ല എന്ന് വിചാരിക്കാം. ലാലേട്ടൻ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണ്, വളരെ ലൈറ്റായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ എന്ന് വിചാരിക്കാം. ഈ കണ്ടസ്റ്റൻസ് എന്തിനാണ് ക്ലാരിറ്റി ആവശ്യപ്പെടുന്നത്? ബാക്കിയുള്ള എല്ലാ ഗെയിമേഴ്സിൻ്റെ ഗെയിം മനസ്സിലാക്കിയാലേ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഒരു തരം കഴിവുകേടാണ്. ശരിക്കും ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റൻസ് ചോദിക്കുന്നത് ഒരു മര്യാദകേടാണ്. ജാസ്മിൻ ആൻഡ് ഗബ്രി അവരുടെ ഗെയിം ഞങ്ങളുടെ മുൻപിലേക്ക് ക്ലാരിറ്റിയോടെ പറഞ്ഞു തരണം. അത് റിലേഷൻഷിപ്പാണോ, സിറ്റുവേഷൻഷിപ്പാണോ, കമ്മിറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്യുന്ന പരിപാടികളാണോ, എന്നാലേ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അത് എവിടുത്തെ ന്യായം? അതെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇന്നലെ ആ ഒരു എപ്പിസോഡിലും ഇന്ന് ലൈവിലും ഇന്നലെ രാത്രിയിലത്തെ ലൈവിലും ഒക്കെ എല്ലാ ആളുകളുടെ മെയിൻ ഡിസ്കഷൻ ഇവരാണ്. എങ്ങനെയാണ് പോരാട്ട വീര്യമുള്ള ഗെയിമേഴ്സിന് വേറെ രണ്ട് ആളുകളിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്നത്? കാരണം സിമിനൊക്കെ വന്ന സമയത്ത് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം ഇവരുടെ ഗെയിം ഇഷ്ടമില്ലാത്ത ഒരു മെജോറിറ്റി പ്രേക്ഷകരുണ്ട്. അല്ലേ എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഷോ കൊടിച്ച് മാറി മൂലക്കിരിക്കുന്ന ആ ഒരു പരിപാടി ഒരു പരിധിയിൽ കൂടുതലൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ മനുഷ്യത്വം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളിതൊരു ആസ്വാദനത്തിന് വേണ്ടിയാണല്ലോ കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് പറ്റുന്നില്ല. അവരുടെ ഏറ്റവും വലിയ പ്ലാനിങ് ജാസ്മിൻ ആൻഡ് ഗബ്രിയെ സെപ്പറേറ്റ് ഗ്രൂപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെയാണ്. അത് മൈൻഡ് ചെയ്യുമ്പോൾ തന്നെ പോയി. ഇവർ തന്നെ പറയുന്നു ഇത് അവരുടെ ഗെയിമാണ്. പക്ഷെ ആരാണ് ആ ഗെയിമിനുള്ള സാധ്യത ഒരുക്കി കൊടുക്കുന്നത്? അത് ബാക്കിയുള്ള ഗെയിം കളിക്കാൻ അറിയത്തില്ലാത്ത കണ്ടസ്റ്റൻസ് ആണ്. ഇപ്പോൾ ജിൻഡോ ഒരു വലിയ ഗെയിമറാണ്. പക്ഷേ ജിൻഡോ ഈ പവർ ടീമുമായി ബന്ധപ്പെട്ട ചർച്ചയിലുടനീളം സംസാരിക്കുന്നത് ജാസ്മിൻ ഗബ്രി ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ്. അത് ഇവർക്ക് എങ്ങനെ ബെനിഫിഷ്യൽ ആവും എനിക്കറിയില്ല. ഇപ്പോൾ ജാസ്മിൻ ആൻഡ് ഗബ്രി അവരെ രണ്ട് ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് വോട്ട് കിട്ടുമോ? ഇല്ല. അവർ ഗെയിം കളിച്ച് കയറി കഴിഞ്ഞാൽ അവർക്ക് വോട്ട് കിട്ടും. ഇനിയിപ്പം ജാസ്മിൻ ആൻഡ് ഗബ്രിയെ രണ്ട് ഗ്രൂപ്പിലേക്ക് ഇടുന്ന സമയത്ത് ഇവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഗുണം ഉണ്ടാവുമോ? ഗുണം ഉണ്ടാവില്ല, ദോഷം ഉണ്ടാവില്ല. അവിടെയും വേറൊരു കണ്ടന്റ് അവരിലേക്ക് ഫോക്കസ് ചെയ്ത് പോകും. ഇത് മനസ്സിലാക്കാതെയാണ് വെറുതെ ഇവർക്ക് ഇങ്ങനെ അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബോറടിക്കില്ലേ? ഏറ്റവും കൂടുതൽ ഈ ജാസ്മിൻ ആൻഡ് ഗബ്രി ഇഷ്യൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടസ്റ്റൻസ് തന്നെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണിത് ഇവരെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. അവരിലേക്ക് കണ്ടന്റ് പോകുന്നുണ്ടെങ്കിൽ അവരിലേക്ക് മാത്രമായിട്ട് ഈ ഗെയിമേഴ്സ് ഒതുങ്ങി പോകുന്നത് കൊണ്ടാണ്. ഇത് ഭയങ്കര ക്ലാരിറ്റി ഇല്ലാത്തൊരു ഏരിയ ആണ്. മൊത്തത്തിൽ പ്രേക്ഷകരും അതേപോലെ തന്നെ കണ്ടസ്റ്റൻസ് കൺഫ്യൂസ്ഡ് ആണ് ഈ രണ്ടാളുകളുടെ കാര്യത്തിൽ. പ്രേക്ഷകർ കൺഫ്യൂസ്ഡ് ആവുന്നത് ഓക്കെ, അത് ആസ്വാദനത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ കണ്ടസ്റ്റൻസ് കൺഫ്യൂസ്ഡ് ആയിട്ട് ഈ ഗെയിമിനെ സ്പോയിൽ ചെയ്യുന്നത് തീരെ അങ്ങോട്ട് പറ്റണില്ല, ഒരു രസവും ഇല്ല. ഇന്ന് രാവിലെ ജിൻഡോ ബാക്കിയുള്ള ആളുകൾക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ജാസ്മിൻ ആൻഡ് ഗബ്രി അവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ബിഗ് ബോസ് മറ്റേ പവർ ടീം ക്യാപ്റ്റൻ ആ ഒരു കാര്യത്തിൽ ഇത് കറക്റ്റായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പവർ റൂമിൽ നിന്ന് ക്യാപ്റ്റനെ ഒഴിവാക്കിയിരുന്നു. അത് ജാസ്മിൻ ആയതുകൊണ്ടാണ്. നമ്മളും അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട്. ശരിക്കും ജിൻഡോയ്ക്ക് ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ജാസ്മിൻ ആൻഡ് ഗബ്രി അവരവിടെ ഇഞ്ചി കടിച്ച് അവിഞ്ഞ് മാറി ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്ത് ഇങ്ങനെ അവിഞ്ഞിരിക്കുന്നത് പ്രേക്ഷകർക്ക് ബോറടിക്കുന്ന സമയത്ത് പ്രേക്ഷകർ തീരുമാനിച്ചോളൂ. അവിടെ ഇവരെ ഒന്നിച്ചിടുന്നതോ സെപ്പറേറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒഴിവാക്കിയിട്ട് ഇവരുടെ പാട്ടിന് വിടുക എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിൽ ഫിറ്റ് അല്ലാത്ത ആളുകളാണ് എന്ന് നമ്മൾ പറയാതെ അങ്ങോട്ട് പറയുക എന്നുള്ളതാണ്. ഇവരെ ഗെയിം കളിപ്പിച്ച് കയറ്റിക്കൊണ്ട് വന്ന് തോപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയൊക്കെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേന് പ്രേക്ഷകരത് സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. മനുഷ്യത്വം വേറെ, ഗെയിം വേറെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഡിസ്കഷൻസിനെ ആ ഒരു പാട്ടിലേക്ക് വിടുക. നോമിനേഷനിലും അതേപോലെ തന്നെ ചലഞ്ചുകളിലുമൊക്കെ അവരെ
പ്രേക്ഷകർ പോലും അറിയാത്ത രീതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഗെയിം പ്ലാൻ ഈ ഒരു സമയത്ത് എടുക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കണ്ടസ്റ്റൻസ് അങ്ങോട്ടേക്ക് ഫോക്കസ് ആവുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഉടയുകയാണ്. ഇപ്പോൾ സിബിന്, അതേപോലെ തന്നെ സായി, പൂജ, ജിൻഡോ, ഇങ്ങനെയുള്ള ആളുകൾ ഫുൾ ടൈം ഇവരെക്കുറിച്ചിട്ട് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പം എനിക്ക് തോന്നി അയ്യോ ഈ ഗെയിം സ്പോയിലായി പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന്. ഇവിടെ സിബിൻ പറയുന്നത് വേറൊരു പ്ലാനാണ്. ഇവരെ 2 ഗ്രൂപ്പിലേക്ക് ഇടുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പുകളുടെ ഡിസ്കഷൻസ് ഇവർ പരസ്പരം ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി തകർത്തതിനെ നമുക്ക് ചോദ്യം ചെയ്യാം. അങ്ങനെ വിശ്വാസവഞ്ചന കാണിച്ചതിനെ ചോദ്യം ചെയ്തിട്ട് ഒരു ഗെയിം അവർക്കെതിരെ കളിക്കാം. ആഗ്രഹമൊക്കെ നല്ലതാണ്, പക്ഷേ എത്രത്തോളം അത് വർക്കാവും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അങ്ങനെ പരസ്പരം വീക്കായിട്ട് ഗെയിം പ്ലാനുകൾ ഷെയർ ചെയ്യുന്ന ആളുകളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല, എസ്പെഷ്യലി ജാസ്മിൻ. അപ്പോൾ ആ ഒരു ഗെയിം അവിടെ ഇറക്കാൻ പറ്റില്ല. ഹൗസ് ഡ്യൂട്ടീസ് ചെയ്യാനായിട്ടുള്ള ടീമിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യത്തിലും ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ജാസ്മിൻ കിച്ചൺ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സിബിൻ അവിടെ നിന്ന് പറയുകയാണ്. ജാസ്മിൻ ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതൊക്കെ കട്ട് ചെയ്ത് ജാസ്മിൻ്റെ PR ടീമുകാർ ആണോ അതേപോലെ തന്നെ ഫാൻസ് ആണോ എന്നുള്ളതറിയില്ല, ധാരാളമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് അവസാനം ഏതെങ്കിലും ഒരു സഹതാപ തരംഗം ആഞ്ഞടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് വരും. അപ്പോഴത്തേനും സിബിനൊക്കെ 8ൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. സിബിൻ ഭയങ്കര പ്രതീക്ഷയുള്ളൊരു ഗെയിമറായിരുന്നു. പക്ഷേ സിബിനും ഇവരിലേക്ക് ഒതുങ്ങിപ്പോകുന്നത് എന്നെ നിരാശപ്പെടുത്തുന്നുണ്ട്. സിബിൻ ആദ്യ ദിവസങ്ങളിൽ വന്ന സമയത്ത് ലൈറ്റായിട്ട് ആ ഒരു പ്രണയത്തെ ഫോക്കസ് ചെയ്തിട്ട് ജാസ്മിൻ ഇതൊരു ഗെയിം കളിക്കുകയാണ് ചെയ്തത്. അത് ഓക്കെയാണ്. അന്ന് കുറേയധികം ആളുകൾ പറഞ്ഞത് ടോക്സിക് ആണ്, അങ്ങനെയാണ്. പക്ഷേ എനിക്കതിനകത്ത് അത്രയധികം ടോക്സിസിറ്റി ഒന്നും ഫീൽ ചെയ്തില്ല. അങ്ങനെയായിരുന്നു ആ ഒരു ഗെയിം കളിക്കേണ്ടത്. പക്ഷേ പിന്നീട് അങ്ങ് വന്നപ്പോഴത്തേനും ബാക്കിയുള്ള ആളുകളുടെ ആ ഒരു ഇൻഫ്ലുവൻസിൽ സിബിനും അവരുടെ കൂടി തങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വിഡ്ഢിതരമായിപ്പോയി. ഇതിനോടൊപ്പം നോറയുടെ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് അൻസിബ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോറ ശരിക്കും ജാൻമണിയുടെ പുറകെ നടന്ന് ട്രിഗർ ചെയ്യുകയാണ്. ട്രിഗർ ചെയ്യുന്നത് ഒരു ഗെയിമാണ്. അങ്ങനെ ജാൻമണി എക്സ്പോസ്ഡ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നോറയുടെ വിജയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നീ പുറകെ നടന്ന് ട്രിഗർ ചെയ്യല്ലേടി എന്ന് അൻസിബ ചോദിച്ച സമയത്ത് നോറയുടെ ഒരു ഡ്രാമ അവിടെ പിടിക്കപ്പെട്ടു. അത് അൻസിബ കറക്റ്റായിട്ട് തന്നെ ഡീകോഡ് ചെയ്തെടുത്തു. അത് നമ്മൾ മുന്നേ തന്നെ ഇങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോറ എങ്ങനെയാണ് ഒരു ഗെയിം കളിക്കുന്ന സമയത്ത്, ഡ്രാമ കളിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ആക്ഷൻസൊക്കെ കാണിക്കും. അപ്പം ഇത് ചോദിച്ച സമയത്ത് വേണമെങ്കിൽ നോറയ്ക്ക് പറയാം അങ്ങനെ ട്രിഗർ ചെയ്ത് നടക്കുകയൊന്നുമല്ല, എനിക്ക് ന്യായമായിട്ട് ചോദിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ നോറ അവിടെ അങ്ങനെയല്ല പറഞ്ഞത്. കേട്ടോ ഇത് കണ്ടോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ, എന്തൊക്കെയാണ് എന്നോട് ചോദിക്കണേ. അപ്പോഴേ ഡ്രാമയാണെന്ന് അൻസിബയ്ക്ക് മനസ്സിലായി. ശരിക്കും ഡ്രാമയാണ്, നോറയുടേത് ഡ്രാമയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ആ ഒരു ഡ്രാമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നോറ ഇപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ നോറയ്ക്ക് ഗെയിം എന്ന് പറയുന്നത് ഈ ജാൻമണി, ഗബ്രി, അതേപോലെ തന്നെ ജിൻഡോ ഒക്കെയാണ്. ഇപ്പം ജാൻമണിയുടെ പുറകെയാണ്. നാളെ ഗബ്രിക്ക് പുറകെ പോകാൻ സാധ്യതയില്ല, ഗബ്രിക്ക് വയ്യ. പിന്നെ ഉള്ളത് ജിൻഡോ ആയിരിക്കും. ഇപ്പോൾ ജിൻഡോയുടെ അടുത്ത് രാവിലെ കഴിഞ്ഞ ദിവസം സൂര്യ നമസ്കാരത്തിൻ്റെ ആ ഒരു ഇഷ്യൂലൊക്കെ വെറുതെ പോയി നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം അൻസിബ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ജാൻമണി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേക്കൻസിയിലേക്ക് അൻസിബയെ പ്രതിഷ്ഠിക്കുമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള ഗെയിം ചേഞ്ചിങ് ഒന്നും അവിടെ നടക്കില്ല. നോറയുടെ ഒരു ഗെയിം അങ്ങനെ തന്നെയാണ്. അതൊരു സൈഡിൽ കൂടെ പോകുന്ന സർവൈവൽ ഗെയിമാണ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ വലിയ കാര്യമായിട്ട് അതിലേക്ക് കൂട്ടുന്നില്ല. ഒരു കൂട്ടം ആളുകളൊക്കെ കൂട്ടി ചെറിയ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കി സൈഡിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു കുടിൽ വ്യവസായം, കുഴപ്പമില്ല. ഇനി ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയെ കുറിച്ചിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. മോർണിംഗ് ആക്ടിവിറ്റിയെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടത്. ഇത്തിരി വൈകിയാണ് ആക്ടിവിറ്റി വന്നത്. കൂട്ടത്തിലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പൊട്ടുന്ന പടക്കങ്ങളോട് ഉപമിക്കാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ്? മാലപ്പടക്കം ആരാണ്? മത്താപ്പു ആരാണ്? ഗുണ്ട് ആരാണ്? ചക്രം പടക്കം ആരാണ്? റോക്കറ്റ് പോലെ വിടുന്നിടത്ത് വീഴാതെ മറ്റൊരിടത്ത് പോയി വീണ് പൊട്ടുന്ന പടക്കം ഏതാണ്? അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഒരു മാലപ്പടക്കത്തിന് തിരികൊളുത്താനായിട്ടുള്ള ആക്ടിവിറ്റിയാണ് ബിഗ് ബോസ് കൊടുത്തത് എന്ന് ശ്രീരേഖ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഏതായാലും ജാൻമണി നോറയെ കുറിച്ചിട്ടൊന്നും പറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് നോറയുടെ ഗെയിം നമുക്ക് കാണാമായിരുന്നു. ഏതായാലും ഇന്ന് ചെറിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ ഉള്ളൂ. കണ്ടസ്റ്റൻസ് ജാസ്മിനിലേക്കും ഗബ്രിയിലേക്കും അവരുടെ ടീം സ്പ്ലിറ്റിലേക്കും അവരുടെ ഗെയിമിനെ കുറിച്ചിട്ടും ഗെയിം കളിക്കാതിരിക്കുന്നതിനെ കുറിച്ചിട്ടും പ്രേക്ഷകർ അത് എടുക്കുന്നതിനെ കുറിച്ചിട്ടും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബോറിംഗ് ആയിരിക്കും. അവരെ അവരുടെ പാട്ടിന് വിട്ടിട്ട് ഏതെങ്കിലും സൈഡിൽ പോയി ഡാർക്ക് അടിച്ചിരുന്നോട്ടെ, പ്രേക്ഷകർ വെറുതെ ചെയ്യുമ്പോൾ ഇറക്കി വിട്ടോളും എന്നുള്ളൊരു ചിന്തയിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഹൗസിൽ നടക്കുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.